കാരണം അപ്പോൾ ഇന്ന് ഞാൻ വെക്കണ്ട. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്ത നാട്ടുകാരാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി ഒന്നും കൂടി നമ്മുടെ സൗഹൃദം നല്ല ദൃഢമായിട്ട് അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കറക്റ്റ് അദ്ദേഹത്തിൻ്റെ അവിടെ എത്താൻ വേണ്ടി ഉച്ചയ്ക്ക് എത്തണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ഉച്ച സമയത്ത് തന്നെ അവിടെ എത്തി. ഇതാണ് മനോജ് ഏട്ടൻ, എരുത്തേമ്പതിക്കാരനാണ്. അപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ മൂപ്പര് വൈഫിൻ്റെ നേതൃത്വത്തിൽ ഒരു വനിതാ ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ, നല്ലേപ്പള്ളി റോഡ് ജസ്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല വൃത്തിയായിട്ട് ചെറിയൊരു ഹോട്ടൽ, അതായത് അനുഗ്രഹ വനിതാ ക്യാൻറ്റീൻ. നാടൻ ഭക്ഷണം, വീട്ടിലെ ഊണാണ് മെയിൻ ഫോക്കസ് കേട്ടോ. കാരണം മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു നല്ല ഭക്ഷണം കൊടുക്കുന്നത്. കാരണം ഞങ്ങളും രണ്ടുപേരും ഒരേ ഫീൽഡാണ്, ഇൻറ്റീരിയർ ഫീൽഡാണ്. ഇതൊക്കെയാണ് കറികൾ കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചടി, ഇടിച്ചക്ക, പടവലം കൊണ്ടുള്ള കറി, അതേപോലെ തന്നെ പപ്പടം, അച്ചാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കുത്തരിച്ചോറ് വാഴയിലയിൽ വിളമ്പി, അതിനോടൊപ്പം തന്നെ ഒഴിച്ച് കറി, ഞങ്ങളുടെ പാലക്കാടിൻ്റെ ഫേമസ് ആയ കോഴിയും കുമ്പളങ്ങയും. അത് വിട്ടിട്ടുള്ളൊരു കളിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണമാണ്. പൊതുവേ ഞങ്ങൾ മലയാളികൾ നമ്മൾ വലിയരി കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പാലക്കാട് വന്നു കഴിഞ്ഞാൽ 2 ടൈപ്പ് അരി, പൊന്നിയരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലും 2 ടൈപ്പ് ചോറുണ്ടാവും. അതായത് വലിയ അരി ഉണ്ടാവും, ചെറിയ അരി ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ സുലഭമായിട്ട് ഡാം ഫിഷുകൾ കിട്ടും. അപ്പോൾ കട്ട്ല, ജിലേബി അങ്ങനത്തെ മീനുകളുണ്ട്. അപ്പോൾ 2-3 ടൈപ്പ് മീൻ വറുത്തതുണ്ട്, ചിക്കൻ കറിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മിസ്സാക്കാൻ പറ്റാത്തൊരു കറിയാണ് നമ്മുടെ മത്തി ചാളക്കറി. അപ്പോൾ മീൻ കറി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഊണ് അങ്ങോട്ട് ഫുൾഫില്ലാകില്ല. അപ്പോൾ നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ വെച്ച നല്ല തേങ്ങയൊക്കെ അരച്ച്, കുടംപുളിയല്ല നമ്മൾ വാളംപുളിയാണ് ഇടുന്നത്, അത് വെച്ചിട്ടുള്ള ഒരു മീൻ കറിയുണ്ട്. പിന്നെ രസം, മോര്, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ശരിക്ക് നല്ലൊരു ഭക്ഷണമാണ്. കാരണം വീട്ടിലെ ഭക്ഷണം അവർ ശരിക്ക് പറഞ്ഞാൽ ഒരു പാഷനും കൂടി ഉള്ളത് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ എല്ലാം കണ്ടാൽ തന്നെ അറിയാം, ഞാൻ എല്ലാം കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിച്ച ഒരു സംതൃപ്തിയിൽ മനസ്സും വയറൊക്കെ നിറഞ്ഞ. മനോജേട്ടൻ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. നിങ്ങളുടെ സംരംഭത്തിന് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും എന്താ പറയുക നമ്മുടെ ആശംസകളുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്കിനി കൊഴിഞ്ഞാമ്പാറ വന്നു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടില്ല. കാരണം അനുഗ്രഹ വനിതാ ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട് കേട്ടോ.